ഇന്ന് മകരസംക്രമം. സൂര്യൻ മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസം. രാജ്യം മുഴുവനും വലിയ പ്രാധാന്യമുള്ള അസ്ട്രോണമിക്കലായും അസ്ട്രോളജിക്കലായും റിലീജിയസായും അഗ്രികൾച്ചർ വൈസും എല്ലാം രാജ്യം മുഴുവനും വലിയ പ്രാധാന്യത്തോടുകൂടി കൊണ്ടാടുന്ന ഒരു അവസരമാണ് മകരസംക്രമം. ഇതിന് പല മാനങ്ങളുണ്ട്. അതിന് വിശ്വാസത്തിൻ്റെതായ മാനങ്ങളുണ്ട്, മതപരമായ മാനങ്ങളുണ്ട്. പക്ഷേ നാം ഇന്നിവിടെ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ്, ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് മകരസംക്രമം, എന്താണ് മകരസംക്രമത്തിൻ്റെ ശാസ്ത്രീയത, എന്താണ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ. നമസ്കാരം. സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോകൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എല്ലാ പിന്തുണയും നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഈ പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ അമ്പേറ്റു വീണ ഭീഷ്മർ ഉത്തരായനം തുടങ്ങാൻ വേണ്ടി ശരശയ്യയിൽ കാത്തുകിടന്നു. ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവായതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാം. അങ്ങനെ തൻ്റെ മരണത്തിനു വേണ്ടി സൂര്യൻ്റെ ഉത്തരായനം തുടങ്ങുന്ന മകരസംക്രമം വരെ അദ്ദേഹം കാത്തിരുന്നു എന്ന ഒരു വലിയ കഥ മഹാഭാരതത്തിലുണ്ട്. കഥ അവിടെ നിൽക്കട്ടെ, കഥയെ കഥയായി മാത്രം കണ്ടാൽ മതി. പക്ഷേ എന്താണ് ഉത്തരായനം, എന്താണ് മകരസംക്രമം എന്നത് നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വ്യക്തമായി തന്നെ അറിയാം, ഭൂമി സൂര്യനെ ഒരു വർഷമെടുത്ത് വലം വയ്ക്കുകയാണ്. ഒരു വർഷം, അതായത് 365 ദിവസം എടുത്ത്. അതേപോലെ ഭൂമി സ്വയം 24 മണിക്കൂർ കൊണ്ട് ഒന്ന് ഭ്രമണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 മൂവ്മെൻ്റാണ് ഭൂമിക്കുള്ളത്. ഈ 2 മൂവ്മെൻറ്റും നമുക്കിവിടെ സൂര്യൻ്റെ മൂവ്മെൻറ്റുകളായിട്ടാണ് അനുഭവപ്പെടുന്നത്. കൃത്യമായി നമുക്കറിയാം, നാം എന്നും എന്താണ് നമ്മുടെ അനുഭവം? സൂര്യൻ കിഴക്കുതിച്ച് അങ്ങനെ ആകാശത്തുകൂടി സഞ്ചരിച്ച് വൈകുന്നേരം 12 മണിക്കൂർ കഴിയുമ്പോൾ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഈ സൂര്യൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നതാണ്. എന്നാൽ സൂര്യനാണോ മൂവ് ചെയ്യുന്നത്? അല്ല, സൂര്യൻ്റെ ഒരു അപ്പേരൻസ് മൂവ്മെൻ്റാണത്. അതായത് നമുക്ക് അനുഭവപ്പെടുന്ന മൂവ്മെൻ്റാണത്. അതിനാണ് ഈ അപ്പേരൻ മൂവ്മെൻറ്റ്, അപ്പേരൻ സൈസ് എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല, പക്ഷേ നമുക്ക് അങ്ങനെ തോന്നുന്നു, നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നു. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമൊക്കെ സ്ക്രീനിൽ കാണുന്നതായി നമുക്ക് തോന്നുന്നു. അത് ഒരു അപ്പേരൻ വിഷനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ സൂര്യന് ഇങ്ങനെയൊരു അപ്പേരൻ മൂവ്മെൻറ്റ് നാം ദിവസേന അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂര്യന് മറ്റൊരു അപ്പേരൻ മൂവ്മെൻറ്റ് ഒരു വർഷം കൊണ്ടും ഉണ്ടാകുന്നു. എങ്ങനെയാണത്? ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ നമുക്ക് അപ്പേരൻ്റ്ലി അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? സൂര്യൻ ഭൂമിയെ ഒരു വർഷം കൊണ്ട് വലം വയ്ക്കുന്നു എന്നാണ്. ആ സൂര്യൻ ഭൂമിയെ ഒരു വർഷം കൊണ്ട് വലം വയ്ക്കുന്ന, അത് ഒരു സർക്കിളിലാണ് വലം വയ്ക്കുന്നത്. ആ സർക്കിളിനെ 12 വിഭജിച്ച് ആ 12 ഭാഗങ്ങൾക്കും ഓരോ പേരുകൾ നൽകിയിരിക്കുന്നു. അതാണ് മാസങ്ങൾ. മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അങ്ങനെ 12 ഭാഗങ്ങളായിട്ട് ആ 12 ഭാഗങ്ങളിൽ കൂടെയും സൂര്യൻ ഒരു വർഷം കൊണ്ട് കടന്നു പോകും. ഇങ്ങനെ 2 അപ്പേരൻ മൂവ്മെൻ്റാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളത്. ഇതുകൂടാതെ സൂര്യന് മറ്റൊരു അപ്പേരൻ മൂവ്മെൻറ്റ് കൂടിയുണ്ട്. അത് തെക്ക് വടക്ക് ദിശയിലാണത്. അതെന്താണ്? അങ്ങോട്ട് മനസ്സിലായില്ല. അതെങ്ങനെയാണ് തെക്ക് വടക്ക് ദിശയിൽ ഒരു അപ്പേരൻ മൂവ്മെൻറ്റ് വരുന്നത്? പറയാം. നാം എല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊക്കെ അറിയുകയും ചെയ്യാം. ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചരിവുണ്ട്. ഈ ചരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സ്പേസിൽ എന്ത് ചരിവ്? എന്തിനെ ബേസ് ചെയ്താണ് നമ്മൾ ചരിവ്? ഇപ്പം പ്ലെയിൻ ആയിട്ടുള്ളൊരു തറയിൽ ഒരു വടി ചരിച്ചു വെച്ചിരിക്കുന്നു. നമുക്കറിയാം, ആ പ്ലെയിനെ അപേക്ഷിച്ച് അതിനൊരു ചരിവുണ്ട്. എന്തിനെയെങ്കിലും അപേക്ഷിച്ച് റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ചരിവ് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഒരു സംശയമല്ലേ അത്? പറയാം. ഭൂമിക്ക് ഒരു ഇക്വേറ്ററുണ്ട്, ഭൂമധ്യരേഖയുണ്ട്, നമുക്കറിയാമല്ലോ. അതായത് ഭൂമിയുടെ ഒത്ത നടുക്കുകൂടിയുള്ള ആ രേഖയാണ്, ഭൂമിയെ 2ആയിട്ട് തിരിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. എല്ലാ ഗോളാകൃതിയുള്ള വസ്തുക്കൾക്കും ഇതേപോലെ ഒരു ഇക്വേറ്റർ ഉണ്ടാകും. സൂര്യനും ഒരു ഇക്വേറ്റർ ഉണ്ട്. ആ സൂര്യൻ്റെ ഇക്വേറ്റർ
ആ ഇക്വേറ്റർ നമ്മളങ്ങനെ അങ്ങോട്ട് വികസിപ്പിച്ച് പോയി കഴിഞ്ഞാൽ വലിയൊരു ഡിസ്ക് കിട്ടുമല്ലോ, ഇല്ലേ? അതിനാണ് ഇക്വേറ്റർ പ്ലെയിൻ, സൂര്യൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ സൂര്യൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കൂടെയാണ് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഗ്രഹം ഇങ്ങനെയാണ് ചുറ്റുന്നതെങ്കിൽ അടുത്ത ഗ്രഹം ഇങ്ങനെയല്ല ചുറ്റുന്നത്. കാരണം ആ ഇക്വേറ്ററിലാണ് ഗുരുത്വാകർഷണം ഏറ്റവും അധികം ഉണ്ടാകുക. ആ ഗുരുത്വാകർഷണത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ ഗ്രഹങ്ങൾ അതിനെ പ്രദക്ഷിണം വെക്കുക. അപ്പോൾ കൃത്യമായി ആ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കൂടെയാണ് ഗ്രഹങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കുന്നത്. ഈ ഇക്വറ്റോറിയൽ പ്ലെയിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആക്സിസ്, ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കൂടെ നേരെ കൃത്യമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭൂമിയുടെ അച്ചുതണ്ടും ഈ ഇക്വറ്റോർ പ്ലെയിൻ ഇങ്ങനെയാകുമ്പോൾ അത് കൃത്യം 90 ഡിഗ്രി ആകേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല. ഭൂമിയുടെ ഇക്വേറ്ററിന് ഒരു ചരിവുണ്ട്. ഭൂമി ഇങ്ങനെയാണ് കറങ്ങേണ്ടത്, പക്ഷേ കറങ്ങുന്നത് ഇങ്ങനെയാണ്, സ്വയം ഭ്രമണം. ആ ഒരു ചരിവിലാണ്. ആ ചരിവ് അതിൻ്റെ പെർപെൻഡിക്കുലറുമായി 23.5 ഡിഗ്രിയാണ് ആ ചരിവുള്ളത്. ഈ ചരിവ് കാരണമാണ് ഈ പറഞ്ഞ സൂര്യൻ്റെ അപ്പേരൻ മൂവ്മെൻറ്റ്, തെക്ക് വടക്ക് അപ്പേരൻ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതും ക്ലിയർ ആവാനുണ്ട് പറയാം. നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ഇല്ലേ? ഇപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ അത്യാവശ്യം തണുപ്പുള്ള സമയമാണ്. വെളുപ്പിനെയും രാത്രിയിലുമൊക്കെ നല്ല തണുപ്പാണ്. വടക്കോട്ട് പോകുന്തോറും ആ തണുപ്പ് കൂടിയാണ് വരിക. ഡൽഹിയിലും കാശ്മീരിലുമൊക്കെ കിടുങ്ങുന്ന തണുപ്പാണ്. ഭയങ്കര 0 താഴെയാണ് തണുപ്പിൻ്റെ അവസ്ഥ. എന്നാൽ തെക്കോട്ട് പോകുന്തോറും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ കൊടും ചൂടുമാണ്. എന്നാൽ ഒരു 6 മാസം അങ്ങോട്ട് കഴിഞ്ഞു. ഒരു ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? വളരെ വലിയ ചൂടാണ്, കൊടും ചൂടാണ്. ആ ചൂട് ഒരു ജൂൺ മാസമാകും അതിൻ്റെ പീക്കിലെത്തും ഉത്തരേന്ത്യയിലൊക്കെ. നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഏപ്രിൽ മെയ് ആകുമ്പോൾ ചൂട് അതിൻ്റെ പരമാവധിയിലാണ്. കഴിഞ്ഞ വർഷത്തെ ചൂടൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. വേനൽക്കാലം എന്ന് പറയുന്ന അതാണത്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറുകയും ചെയ്യും. ഈ കാലാവസ്ഥാ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് കാരണം ഭൂമിയിൽ വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പറഞ്ഞല്ലോ, ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കൂടെയാണ് ഈ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണൂ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. നോക്കൂ, ഇതാണ് സൂര്യൻ. ഇത് സൂര്യൻ്റെ ഇക്വേറ്ററാണത്. സൂര്യൻ്റെ ഇക്വേറ്റർ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇത് അങ്ങനെ ഒരു വലിയ ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഇത് ഭൂമി. ഈ ഭൂമിയെ ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കൂടെ ഇങ്ങനെ സൂര്യനെ വലം വയ്ക്കുന്നു. സത്യത്തിൽ ഭൂമി എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഈ ഇക്വറ്റോറിയൽ പ്ലെയിനും ഭൂമിയുടെ അച്ചുതണ്ടും നേരെയാണെങ്കിൽ ഇതിങ്ങനെ ഒരു 90 ഡിഗ്രിയാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങേണ്ട ഭൂമി ഇങ്ങനെയാണ് കറങ്ങുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് ഭൂമിയുടെ നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. അപ്പോൾ ഇതാണ് ഭൂമിയുടെ ഇക്വേറ്റർ. ഇങ്ങനെയാണല്ലോ ഇത് കറങ്ങുന്നത്. ഇപ്പോൾ ഭൂമിയുടെ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലെ ഈ ഭാഗത്തെ നോർത്ത് ഹെമിസ്ഫിയറിലെ വേനൽക്കാലത്ത് എന്താ സംഭവിക്കുക? ഈ സൂര്യപ്രകാശം ഏറ്റവും അധികം വീഴുന്നത് ഈ ഭാഗത്താണ്. ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും ഏറ്റവും അധികം സൂര്യപ്രകാശം വീഴുക. ഇതിന് മുകളിലേക്കായിരിക്കും വീഴുക, അല്ലേ? ഇങ്ങനെ ഒരേപോലെ കറങ്ങുന്നതുകൊണ്ട് ഈ നോർത്ത് പോളിൽ സൂര്യൻ അസ്തമിക്കുകയില്ല, ഈ സൗത്ത് പോളിൽ സൂര്യനൊട്ട് ഉദിക്കുകയുമില്ല, സൂര്യപ്രകാശം ഒട്ട് കിട്ടുകയുമില്ല. ഇങ്ങനെ താഴേക്ക് പോകും തോറും ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഈ ഉത്തരാർദ്ധഗോളത്തിൽ ഇവിടെ പരമാവധി സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. ഈ സതേൺ ഹെമിസ്ഫിയർ ഇതിന് താഴോട്ടുള്ള ഭാഗത്തിൽ വളരെ സൂര്യപ്രകാശം വളരെ കുറച്ചായിരിക്കും ലഭിക്കുക. ഇവിടെ പകൽ കൂടുതലായിരിക്കും, ഇവിടെ പകൽ കുറവുമായിരിക്കും. എന്നാൽ പിന്നീട് അത് നേരെ തിരിഞ്ഞു വരികയും ചെയ്യും. ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ
ഈ സംഭവം നേരെ തിരിഞ്ഞു വരും. അപ്പോഴെന്താ സംഭവിക്കുക? ഇത് ഭൂമി കറങ്ങിത്തിരിഞ്ഞ് മറ്റേ അറ്റത്തെത്തും. സൂര്യൻ അതിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ, ഭൂമി നോർത്ത് പോള്, സൗത്ത് പോള്. ഇപ്പം നോക്കൂ, സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ താഴെ, ഈ ഇക്വേറ്ററിന് താഴെയായിട്ടുള്ള ഭാഗത്തായിരിക്കും. അങ്ങനെ ആ സമയത്ത് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, അർജന്റീന, ഇങ്ങനെ ഏറ്റവും സൗത്തിൽ കിടക്കുന്ന ഭാഗത്ത് പകൽ വളരെ കൂടുതലായിരിക്കും. ഈ ഇക്വേറ്ററിന് മുകളിൽ കിടക്കുന്നിടത്ത് പകൽ വളരെ കുറവുമായിരിക്കും. അതാണ് ഒരു നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ ഇന്ത്യയിലും അതേപോലെ വടക്കോട്ട് പോകുന്തോറും രാത്രി കൂടിക്കൂടി വരുന്നതും ഇവിടെ പകൽ കൂടിക്കൂടി വരുന്നതും. അതേസമയം ഒരു ജൂൺ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ ഒരു ജൂൺ മാസം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്തൊക്കെ ഇതാണ് അവസ്ഥ. ഇവിടെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഭാരതമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്ത് പകൽ കൂടിക്കൂടി വരികയും താഴെ രാത്രി കൂടിക്കൂടി വരികയും ചെയ്യും. അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും UAE-യിലും അങ്ങനെയുള്ളിടത്തൊക്കെ വേനൽക്കാലമാകുമ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ കൊടും തണുപ്പായിരിക്കും. അതേപോലെ തന്നെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഇന്ത്യയിൽ തണുപ്പ് കൂടുമ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമൊക്കെ വളരെ വലിയ ചൂടുമായിരിക്കും, വേനൽക്കാലമായിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിന് സൂര്യൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനുമായിട്ടുള്ള ഈ ചരിവ് കാരണമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം ഭൂമിയിൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെയും സൗരോർജത്തിന്റെയും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതെന്ന്. ഈ ചരിവില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമിയിൽ എപ്പോഴും ഒരേ കാലാവസ്ഥയായിരിക്കും, പകലിന്റെയും രാത്രിയുടെയും അളവ് എപ്പോഴും ഒരേപോലെ തന്നെയുമായിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പ്രകാരം ഈ ജൂൺ, ജൂലൈ മാസങ്ങളിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ വേനൽക്കാലത്ത് സൂര്യന്റെ ചൂട് പരമാവധിയായിരിക്കും, പകല് മാക്സിമം ആയിരിക്കും. സൂര്യൻ അതിൻ്റെ വടക്കോട്ടുള്ള സഞ്ചാരം അതിൻ്റെ പീക്കിലെത്തും, ഏറ്റവും അറ്റത്തെത്തും. ആ അറ്റത്തെത്തുന്ന അവസ്ഥയാണ് അപ്പറൻ്റ്ലി നോക്കുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ കർക്കടക രാശി, കർക്കടക രേഖയിൽ വരെ സൂര്യൻ എത്തുമ്പോഴാണ് ഈ ഉത്തരാർദ്ധഗോളത്തിൽ പരമാവധി ചൂട് കിട്ടുക, പരമാവധി സൂര്യപ്രകാശം കിട്ടുക. ആ കർക്കടകം മുതൽ ഏകദേശം ജൂൺ അവസാനം, ഇംഗ്ലീഷ് മാസം നോക്കുകയാണെങ്കിൽ ജൂൺ അവിടം മുതൽ ഈ സൂര്യൻ വീണ്ടും തെക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ തെക്കോട്ട് വന്ന് ഒരു 6 മാസം കൊണ്ട് ഒരു ഡിസംബർ 21 ഏറ്റവും താഴെയെത്തും. അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, മകരരേഖയിലെത്തും. ഈ 2 രേഖയിലിടയിൽ ഈ ചരിവ് കാരണം സൂര്യൻ്റെ തെക്ക് വടക്ക് ദിശയിലുള്ള ഈ അപ്പേരൻ മൂവ്മെൻറ്റ് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് 6 മാസത്തിലൊരിക്കൽ ഈ മൂവ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണത്. അങ്ങനെ തെക്കോട്ട് വന്ന് ഈ മകരരേഖയിലെത്തുമ്പോൾ രാത്രി ഏറ്റവും കൂടുതലും പകൽ വളരെ കുറവുമായിരിക്കും. അവിടെ നിന്ന് സൂര്യൻ, മകരരേഖയിൽ നിന്ന് വീണ്ടും സൂര്യൻ വടക്കോട്ട് യാത്ര തുടങ്ങുമ്പോഴാണ് ആ സൂര്യൻ്റെ അപ്പേരൻ മോഷൻ വടക്കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മകരസംക്രമം എന്ന് പറയുന്നത്. അവിടെ മുതൽ ഉത്തരാർദ്ധഗോളത്തിൽ, ഭാരതമൊക്കെ അടക്കമുള്ള ഉത്തരാർദ്ധഗോളത്തിൽ പകൽ കൂടി വരും. സൂര്യൻ്റെ കരുത്ത്, സൂര്യൻ്റെ പ്രഭാവം ഈ ഭാഗത്ത് ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് ഈ വടക്കോട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ സമയത്താണ്. ആ സമയത്താണ് ഇവിടെ വസന്തകാലം, കൃഷി, വിളവെടുപ്പ്, വസന്തകാലം എല്ലാം വരുന്നത് ഈ സൂര്യൻ്റെ ഉത്തരായണ കാലത്താണ്, അഥവാ വടക്കോട്ടുള്ള ഈ മൂവ്മെൻറ്റിൻ്റെ സമയത്താണ്. നിങ്ങൾ ഈ വീഡിയോ കാണൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിലെ അനുഭവപ്രകാരം സൂര്യൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ ചുറ്റുന്ന ഒരു അപ്പേരൻ മോഷൻ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഒരു അപ്പേരൻ മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റ് ഒരു വർഷം കൊണ്ടാണ്. അതിനെ 12 മാസങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെയാണ് ആ മാസങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞല്ലോ, ഈ ഉത്തരായണ സമയം, അതായത് സൂര്യൻ്റെ നോർത്തിലേക്കുള്ള ഒരു ഗമനം,
ആ നോർത്തിലേക്കുള്ളൊരു ഗമനം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മകരത്തിൽ നിന്നാണ്. നോക്കൂ, ഒരു മാപ്പിൻ്റെ നോർത്ത് ഭാഗം എപ്പോഴും മുകളിലായിട്ടായിരിക്കും വരിക. സൂര്യൻ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, മകരത്തിലേക്ക് മൂവ് ചെയ്ത് ഇവിടം വരെ നോർത്ത് ഭാഗത്തേക്ക് സൂര്യൻ മൂവ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് കർക്കടകത്തിൽ നിന്ന്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സൂര്യൻ്റെ തെക്കോട്ടുള്ള മൂവ്മെൻറ്റും ആരംഭിക്കും. അത് ഈ ധനു വരെ ഉണ്ടാകും. ഇതിങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഉത്തരായനം. ഇത് ദക്ഷിണായനം. ഇതാണ് അതിൻ്റെ നമ്മൾ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണിത്. പരമ്പരാഗത രീതിയിൽ നിന്ന് തന്നെ നമ്മൾ അതിനെ വളരെ സയൻറ്റിഫിക്കായിട്ട് സൂര്യൻ്റെ ആ അപ്പേരൻറ്റ് മോഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. അതായത് മകരമാസം വരെ ഇതാണ്, ഇത് ഭൂമിയുടെ ഇക്വേറ്റർ, ഇത് മകരം, ഇത് കർക്കിടകം. മകരത്തിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും, കർക്കിടകത്തിന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും പറയും. അപ്പം ഈ മകരമാസം തുടങ്ങുമ്പോൾ, അതായത് മകരസംക്രമം മുതൽ സൂര്യൻ നോർത്തിലേക്ക്, സൂര്യൻ്റെ അപ്പേരൻറ്റ് മോഷൻ തെക്ക് നിന്ന് വടക്കോട്ട് ആരംഭിച്ച് ഇവിടെ കർക്കിടകത്തിലെത്തുമ്പോൾ അവിടെ നിൽക്കും. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും വരും, നോർത്തിൽ നിന്ന് സൗത്തിലേക്കും വരും. ഇത് നോർത്ത്, ഇത് സൗത്ത്. മകരമാസം മുതൽ കർക്കിടക മാസം വരെ നോർത്തിലേക്ക് പോകും, കർക്കിടകം മുതൽ മകരം വരെ താഴേക്കും വരും. സൂര്യൻ്റെ ഈ സൗത്തിൽ നിന്ന് നോർത്തിലേക്കുള്ള ആ പോക്കാണ് ഈ പറഞ്ഞ ഉത്തരായനം. അതുകൊണ്ടാണ് ഈ മകരസംക്രമം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഈ ഉത്തരാർദ്ധഗോളത്തിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ 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 പ്രധാനമാകുന്നത്. കാര്യം ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് തന്നെ സൂര്യനെ ബേസ് ചെയ്താണ്, സൂര്യൻ്റെ എനർജിയെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഈ സൂര്യൻ്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ചലനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്, വിളവിറക്കുന്നത്, കൊയ്യുന്നത്, വിപണനം നടത്തുന്നത് എല്ലാം. അങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണ ജനജീവിതവുമായി വളരെ 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 വലിയ ബന്ധമാണ് സൂര്യൻ്റെ ചലനങ്ങൾക്കുള്ളത്. ആ സൂര്യൻ്റെ ചലനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉത്തരായണം, സൂര്യൻ്റെ വടക്കോട്ടുള്ള അപ്പേരൻറ്റ് മൂവ്മെൻറ്റ്. അത് തുടങ്ങുന്ന സമയമായതുകൊണ്ടാണ് ഈ മകരസംക്രമം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. രാജ്യം മുഴുവനും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ, ഇപ്പോൾ കേരളത്തിലും ഉത്തരേന്ത്യയിലും ഒക്കെ പലപ്പോഴും മകരസംക്രമം എന്നാണ് പറയുന്നതെങ്കിൽ തമിഴ്നാട്ടിലതിന് പൊങ്കൽ എന്നാണ് പറയുക. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോ പ്രദേശങ്ങളിലും അതാത് പ്രദേശങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ഈ മകരസംക്രമം പല വിധത്തിൽ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യം മുഴുവനും ഒരുപോലെ ആഘോഷിക്കുന്ന, ഒരുപോലെ കൊണ്ടാടുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് മകരസംക്രമം. അതിനെ റിലീജിയനുമായിട്ടും വിശ്വാസങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തുമ്പോൾ അതിന് വലിയ വലിയ മാനങ്ങൾ വേറെ വരികയാണ്. ഇതാണ് മകരസംക്രമം എന്ന് പറയുന്നത്. ഇതാണ് മകരസംക്രമത്തിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.